السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, തിരുനബിയുടെ കുട്ടിക്കാലം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ലോകത്തിന്റെ കാരുണ്യവാനും അല്ലാഹു തആലയുടെ അന്തിമ ദൂതനുമായ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. ചെറുപ്രായത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ചെറുപ്രായത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മക്കക്കാർ അവിടുത്തെ അൽ അമീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അനാഥത്വത്തിന്റെ കൈപ്പുനീർ അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം മുലയൂട്ടിയത് അവിടുത്തെ മാതാവ് ആമിന ബീവിയായിരുന്നു. പിന്നീട് മരുഭൂമിയുടെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ വരാനായി ബനു സഅദ് ഗോത്രക്കാരിയായ ഹലീമ ബീവിയെ ഏൽപ്പിച്ചു. ആ കാലയളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആരോ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലെ കാരണം ഹലീമ ബീവിയുടെ കുടുംബത്തിന് ഏറെ ബറക്കത്തുകളും അനുഗ്രഹങ്ങളും ഉണ്ടായി. 6-ാം വയസ്സിൽ ഉമ്മ അമിന ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും ഒരു യതീമായി. പിന്നീട് പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലായി തിരുനബി. എന്നാൽ 8-ാം വയസ്സിൽ പിതാമഹനായ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് പിതൃസഹോദരനായ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ചെറുപ്രായത്തിൽ തന്നെ അവിടുന്ന് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു. ആടുകളെ മേയ്ക്കുകയും പിന്നീട് പിതൃസഹോദരനോടൊപ്പം കച്ചവട യാത്രകൾ ചെയ്യുകയും ചെയ്തു. 12-ാം വയസ്സിൽ സിറിയയിലേക്കുള്ള യാത്രയിൽ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വരാൻ പോകുന്ന പ്രവാചകത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അന്നത്തെ മക്ക സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന വിഗ്രഹാചാരണങ്ങൾ, അനാചാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും വിമുഖത കാണിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം നമുക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. പ്രതിസന്ധികളിലും അനാഥങ്ങളിലും തളരാതെ സത്യസന്ധതയും വിശ്വസ്തയും കൈമുകിലാക്കി ജീവിക്കാനാണ് ജീവിതം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയമുണ്ടാകാൻ നാം ആ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നയിക്കണം. നാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി